പിതാവായ ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും കൃപയും സമാധാനവും എല്ലാവരും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളുമായി പങ്കുവച്ച കള്ളപ്രവാചകന്മാരുടെയും വ്യാജ ക്രിസ്തുക്കളുടെയും പ്രത്യക്ഷത ഇന്ന് നമ്മുടെ ഇടയിൽ വളരെ ശക്തമായി തീർന്നിരിക്കുന്നു എന്ന് പ്രസ്താവിക്കുന്ന ദൈവവചനത്തിൻ്റെ വെളിപ്പെടുത്തൽ ആയിരുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ സംസാരിച്ചത് ഇന്നും അതുതന്നെയാണ്. കള്ളക്രിസ്തുക്കളെ കൊണ്ടും കള്ളപ്രവാചകന്മാരെ കൊണ്ടും ലോകം നിറഞ്ഞിരിക്കുന്നു എന്നൊരു സത്യം ആരും വിസ്മരിച്ച് കളയരുത്. ഞാൻ തിരുവചനത്തിലെ അധ്യായങ്ങളും വാക്യങ്ങളും കൃത്യമായി നിങ്ങളോട് പറയാൻ തക്ക വിധം ദൈവം എന്നെ ഉപയോഗിക്കുന്നതിനാൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. അതുകൊണ്ട് ഞാനൊരു സാധാരണക്കാരനാണ്, നിസ്സാരക്കാരനാണ് എന്ന് കരുതി ഞാൻ എന്തെങ്കിലും പറയുമെന്ന് വിചാരിച്ച് ഞാൻ പറയുന്ന കാര്യങ്ങൾ ആരും തള്ളിക്കളയരുത് എന്ന് സ്നേഹപൂർവ്വം ഓർപ്പിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 8-ാം വാക്യത്തിൽ യേശു ഇപ്രകാരം പറഞ്ഞു: മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ഭൂമിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ദൈവത്തിലുള്ള വിശ്വാസം പാടെ നിലം പ്രതി തകർന്നു പോകുന്ന കാഴ്ചയാണ് നമുക്കൊക്കെ കാണാൻ കഴിയുന്നത്. ഇന്നത്തെ പ്രത്യേകിച്ച് യുവജനങ്ങളായിട്ടുള്ള ആളുകളൊക്കെ ഇന്ന് വിശ്വാസം പാടെ തള്ളിക്കളഞ്ഞിട്ട് ഈ ലോകത്തിൻ്റെ പുരോഗതിയിലെയും ജീവിതസുഖത്തിൻ്റെ ആഡംബരത്തിൻ്റെ ഒക്കെ പുറകെ പോകുന്നത് കാണാൻ സാധിക്കുന്നു. പ്രവാചകന്മാരെ കൊണ്ട് ലോകം നിറഞ്ഞിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 5-ാം വാക്യത്തിൽ യേശു പറയുകയാണ്: ആരും വന്ന് കള്ള പ്രവാചകന്മാർ ഞാനാണ് ക്രിസ്തു എന്ന് പറഞ്ഞ് 24-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം മത്തായി, ഞാനാണ് ക്രിസ്തു എന്ന് പറഞ്ഞ് എൻ്റെ പേരെടുത്ത് വന്ന് അനേകരും നിങ്ങളെ തെറ്റിക്കാൻ നോക്കും. നിങ്ങൾ തെറ്റിപ്പോകരുത് എന്ന് പറഞ്ഞാൽ ഈ അന്ത്യകാലത്ത് ക്രിസ്തുവിൻ്റെ വേഷം ധരിച്ച, ഭാവം ധരിച്ച അനേകം പേര് പ്രത്യക്ഷമാകുന്ന സമയമാണ്. എല്ലാ കാലത്തിനേക്കാളും ഭയങ്കര അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം നടക്കും. 11-ാം വാക്യം, ആ 24-ാം അധ്യായം തന്നെ 11-ാം വാക്യം പറയുന്നതാണ്: കള്ളപ്രവാചകന്മാർ എഴുന്നേറ്റിട്ട് വന്ന് അനേകരും തെറ്റിച്ച് കളയും. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. വചനത്തിൽ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കണമേ. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും എന്ന് പറഞ്ഞാൽ യഥാർത്ഥ വിശ്വാസി ഒരുപാട് സഹിച്ചു നിൽക്കുകയും ഒറ്റപ്പെടുകയും കഷ്ടപ്പെടുകയും പീഡനം അനുഭവിക്കുകയും ഒരുപാട് പേരുടെ കളിയാക്കലുകളും നിന്ദനങ്ങളും പരിഹാസങ്ങളും കല്ലേറും ഒക്കെ കിട്ടിയെന്ന് വരും. ഈ കള്ളപ്രവാചകന്മാരുടെ പുറകെ പോയി കൈയടിച്ച് പാടി നടക്കുന്ന ആളുകൾ തന്നെ ആക്ഷേപിക്കും, നിനക്ക് ഭ്രാന്താണ്, മറ്റേതാ മറിച്ചതെന്നെല്ലാം പറയും. 25-ാം വാക്യം വീണ്ടും പറയുന്നത് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 23 മുതലുള്ള വാക്യങ്ങൾ, അന്ന് അനേകം കള്ളപ്രവാചകന്മാർ, അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്, എഴുന്നേറ്റ് അനേകം വ്രതന്മാരെ പോലും തെറ്റിച്ച് കളയും. അനേകം കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റിട്ട് എൻ്റെ വ്രതന്മാരെ പോലും തെറ്റിച്ച് കളയാൻ തക്ക വിധം വലിയ അടയാളങ്ങളും വലിയ അത്ഭുതങ്ങളും കാണിക്കും. ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ്. ഇന്ന് നോക്കുക, എവിടെ നോക്കിയാലും ഭയങ്കര അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും ഉള്ളതാകട്ടോ. പ്രവചനങ്ങളെല്ലാം അടിച്ചു പൊളിച്ച് നടക്കുകയാണ്. ആൾ കൂടുന്നിടത്ത് അവിടെ അത്ഭുതം, ഇവിടെ അത്ഭുതം എന്ന് പറയുമ്പോൾ ഓടുകയാണ് ആൾക്കാർ. ഓടുന്ന ആരാന്നറിയാമോ? രക്ഷിക്കപ്പെട്ടവരെന്ന് അഭിമാനിച്ചു കൊണ്ടിരുന്നവരല്ല ഇപ്പോൾ ആ വഴിക്കാൻ പോകുന്നത്. അവർക്ക് ആർക്കും സാധാരണ രീതിയിലുള്ള അവരെ സത്യത്തിൻ്റെ വഴി നടത്തുന്ന സുവിശേഷമൊന്നും വേണ്ട. വലിയ കൊട്ടും കോഷവും കുറവൊക്കെയാണ് അവർക്ക് താല്പര്യം. അങ്ങനെ അങ്ങ് പോവുകയാണ്. അതിലൊക്കെ അങ്ങ് പോയി ഭയങ്കര അത്ഭുതങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പ്രിയമുള്ളവർ, കർത്താവ് പറഞ്ഞ അവസാനം ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഇനി നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൽ 20-ാം അധ്യായത്തിൻ്റെ
18-ാം വാക്യം നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. 18 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ ഞാൻ സംസാരിക്കാൻ താല്പര്യമുള്ളൂ. വളരെ ശ്രദ്ധിക്കണമേ, വളരെ ശ്രദ്ധിക്കണമേ. നിങ്ങളെല്ലാവരും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ദൈവത്തിൻ്റെ ആത്മാവാണ് പറയിപ്പിക്കുന്നത്. പൗലോസ്, അപ്പസ്വലന്മാരിൽ വെച്ച് ഏറ്റവും പ്രമുഖനായ പൗലോസ്, നമ്മുടെ പുതിയ നിയമ പുസ്തകത്തിൽ 27 പുസ്തകങ്ങളിൽ 14 പുസ്തകങ്ങൾ എഴുതിയ പൗലോസ്, അപ്പസ്വലന്മാരിൽ പ്രമുഖനായ പൗലോസ്, തൻ്റെ പ്രവർത്തനത്തിൻ്റെ അന്ത്യകാലം വന്നപ്പോൾ അവിടുന്ന് മിതുലിന എന്ന പറയുന്ന സ്ഥലത്ത് ചെന്നിട്ട് എഫെസോസിലുള്ള സഭയിലെ മൂപ്പന്മാരെയെല്ലാം വിളിച്ചു വരുത്തി, ആളയച്ചു വരുത്തി. എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ പേര് പറയുന്ന പാസ്റ്റർമാരെന്നോ ഉപദേശിമാരെന്നോ ഒക്കെ കൂട്ടിക്കോ, മൂപ്പന്മാരെന്നോ എന്താണ്, ഇവരെല്ലാം എന്ന് പറഞ്ഞാൽ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളെല്ലാം വിളിച്ചു കൂട്ടി. എന്നിട്ട് അവരോട് പൗലോസ് പറയുകയാണ്, ഞാൻ ആസയിൽ വന്നപ്പോൾ, നിങ്ങൾ ശ്രദ്ധിക്കണം, 20-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യമാണ് വായിക്കുന്നത്, 18 മുതൽ. കാരണം തെറ്റ് വരരുത്, ഞാൻ വചനത്തിലില്ലാത്തൊരു വാക്കെങ്കിലും പറഞ്ഞു എന്ന് ആരും എന്നെക്കുറിച്ച് ആക്ഷേപം പറയാതിരിക്കാനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. 19-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ ആസയിലായിരുന്ന കാലത്ത് എല്ലാ ദിവസവും എല്ലായ്പ്പോഴും എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. ഞാൻ വളരെ കണ്ണുനീരോടും വളരെ താഴ്മയോടും, ഒരു അപ്പസ്തോലന്റെ സ്വഭാവം നോക്കിക്കോ, വളരെ കണ്ണുനീരോടും വളരെ താഴ്മയോടും കൂടെ, ഇന്നത്തെ സുവിശേഷന്മാരാരും ഇതിൻ്റെ 7 അയലൊക്കത്ത് ചേരുന്നില്ല, യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ വലിയ കഷ്ടങ്ങളോടും കൂടെ ഞാൻ കർത്താവിനെ സേവിച്ചു വന്നു എന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. ശ്രദ്ധിക്കണമേ, ഒരു സുവിശേഷകൻ്റെ ഉത്തരവാദിത്വം. ഞാൻ വലിയ കണ്ണുനീരോടും കൂടെ സങ്കടത്തോടു കൂടെ വീട് തോറും പരസ്യമായിട്ടും നിങ്ങൾക്ക് പ്രയോജനമുള്ളത് എല്ലാം ഞങ്ങൾ നിങ്ങളെ ഉപദേശിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്തു പോന്നു എന്ന് പറഞ്ഞിട്ട് വീണ്ടും പറയുകയാണ്, ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരവും യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും സകല യഹൂദന്മാരോടും യവനന്മാരോടും സാക്ഷീകരിച്ചു എന്നതും നിങ്ങൾ അറിയുന്നുവല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ ഈ ഉത്തരവാദി അല്ല, സകല കാര്യങ്ങളും നിങ്ങളോട് ഞാൻ അറിയിച്ചിരിക്കുന്നു. പ്രിയരെ ശ്രദ്ധിക്കണമേ, സകല കാര്യവും യേശു കർത്താവും ശിഷ്യന്മാരും എല്ലാവരും നമ്മോട് അറിയിച്ചത് തിരുവചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് തിരുവചനത്തിൽ നമുക്ക് ശ്രദ്ധ വേണമെന്ന് പറയാൻ കാരണം. എന്നിട്ട് വീണ്ടും പറയുകയാണ്, ഞാൻ അതുകൊണ്ട് ഇപ്പോൾ മരണകാലമായി, ഇപ്പോൾ ആത്മാവിൽ, പരിശുദ്ധാത്മാവിൽ ബന്ധിക്കപ്പെട്ടവനായി ഞാൻ യെരുശലേമിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് കഷ്ടങ്ങളും ബന്ധനങ്ങളും എന്നെ കാത്തിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് സാക്ഷ്യം പറയുന്നതല്ലാതെ എനിക്ക് വാസ്തവത്തിൽ സംഭവിക്കാനിരിക്കുന്നത് എന്തെന്ന് ഞാൻ അറിയുന്നില്ല. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കേണ്ടതിന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്ന ഒറ്റ ആഗ്രഹമേ എനിക്കുള്ളൂ. അതുകൊണ്ട് ഇതുവരെ ദൈവരാജ്യം പ്രസംഗിച്ച് നിങ്ങളുടെ ഇടയിലൂടെ നടന്ന എൻ്റെ മുഖം നിങ്ങൾ ഇനി കാണുകയില്ല. പ്രിയമുള്ളവരെ, അവസാനം പറയാണ്, അപ്പോസ്തലനായ പൗലോസ് പ്രസംഗിച്ചത് മുഴുവൻ ദൈവരാജ്യ സുവിശേഷമായിരുന്നു. ഇന്നുള്ള വ്യാജപ്രവാചകന്മാർ ദൈവരാജ്യ സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അവർക്കറിയത്തില്ല. കഷ്ടം. അത് തിരിച്ചറിയണം. യേശു പറഞ്ഞത് തിരിച്ചറിയണം. വിവേകം, പരിശുദ്ധാത്മാവുള്ളവർ തിരിച്ചറിയും. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കാൻ ഇന്നത്തെ സുവിശേഷകന്മാർക്ക് അറിയത്തില്ലെങ്കിൽ അവരാണ് വ്യാജപ്രവാചകന്മാർ. അപ്പോസ്തലനായ പൗലോസ് പറയാണ്, ഞാൻ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ നടന്ന് ഇനി എൻ്റെ മുഖം നിങ്ങൾ കാണുകയില്ല. എന്നിട്ട് വീണ്ടും പറയാണ്, ഞാൻ മൂപ്പന്മാരോടാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ആശ്രമന്മാരോ അല്ല ഉപദേശിമാരായിട്ടുള്ള ഇന്നത്തെ ഭാഷയിലാണ് കേട്ടോ അങ്ങനെ പറയുന്നു. ഉപദേശിമാരോട് എല്ലാം പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളെ തന്നെയും നിങ്ങളെ
പരിശുദ്ധാത്മാവ് ഫലമേൽപ്പിച്ചിരിക്കുന്ന യേശുക്രിസ്തു തൻ്റെ രക്തം കൊണ്ട് നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭയാകുന്ന ആടുകളെ നിങ്ങൾ കൃത്യമായി നശിച്ചു പോകാതെ സൂക്ഷിച്ചോണം എന്ന്. കാരണം എന്താണെന്നറിയാമോ? അന്ത്യകാലത്ത് എന്നിട്ട് വീണ്ടും പറയാണ്, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിലേക്ക് വരും. കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിലേക്ക് വരും, കടിച്ചു കീറുന്ന ചെന്നായ്ക്കൾ. പക്ഷേ വേഷത്തിൽ, കുഞ്ഞാടിൻ്റെ വേഷം കടിച്ചു കീറുന്ന ചെന്നായ്ക്കൾ, വിപരീത ഉപദേശം തന്ന് ദൈവത്തിൻ്റെ ജനത്തെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. പ്രിയരെ, ഇത് സംഭവിക്കുമെന്ന് തറപ്പിച്ച് പൗലോസ് പറഞ്ഞ കാര്യം ഇന്നത് നടന്നിരിക്കുന്നു. അവരുടെ പിന്നാലെ ഇവരെ മുഴുവൻ വലിച്ചിഴച്ച് കൊണ്ടുപോയി നശിപ്പിച്ച് കളയുന്നു. ഈ വർഗമാണ് യേശുവിൻ്റെ അടുക്കൽ ചെന്നിട്ട്, കർത്താവേ ഞങ്ങൾക്ക് വാല് തുറന്നു തരണം, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ അത്ഭുതം ചെയ്തു, നിൻ്റെ നാമത്തിൽ പ്രവചിച്ചു, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ തിന്നുകയും കുടിക്കുകയൊക്കെ ചെയ്തു എന്നൊക്കെ പറയുന്നില്ലേ. ഇവർ പോയതെല്ലാം, ഇന്ന് നമ്മൾ ശ്രദ്ധിക്കണം, ഈ പോകുന്നതൊക്കെ വ്യാജ പ്രവാചകന്മാരുടെയും കള്ളക്രിസ്തുക്കളുടെയും പുറകെയാണെങ്കിൽ, തിരിച്ചറിയാൻ മേലാത്ത വിധം വേഷം കെട്ടി നമ്മെ ചതിച്ച് വഞ്ചിച്ച് നടത്തുന്ന ആളുകളുടെ കൂടെയാണെങ്കിൽ ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കാൻ, വാതിൽക്കൽ ചെല്ലാൻ പോലും നമുക്ക് യോഗ്യതയില്ല എന്നൊരു കാര്യം തിരിച്ചറിയണേ. ഈ പറയുന്ന കാര്യങ്ങളൊന്നും വചനത്തിലല്ലാതെ പറയുന്നില്ല. ഇത് ലോകത്തിലെ ഇത് കണ്ണടച്ച് നോക്കുക, സുവിശേഷം കൊണ്ട് നോക്കുക. അധർമ്മവും തിന്മപ്രവൃത്തികളും ഇന്ന് പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അത്യാഗ്രഹവും എല്ലാവിധ അനീതിയും, സ്നേഹമില്ലായ്മയും, മനുഷ്യരോട് വാത്സല്യമില്ലായ്മയും, വിഭാഗീയതയും, ഭിന്നതയും, ചേരിതിരിവും, എന്തെല്ലാം അവസ്ഥകളാണെന്ന് ഓർത്ത് നോക്കുക. എന്നിട്ട് പൗലോസ് പിന്നെയും പറയുകയാണ്, ഞാൻ 2-3 കൊല്ലം നിങ്ങളുടെ ഇടയിൽ താമസിച്ച് നിങ്ങൾ അറിയേണ്ട സകല കാര്യങ്ങളും നിങ്ങളോട് പറഞ്ഞു തന്നു. എന്നിട്ട് പറയുകയാണ്, ഞാൻ ആരുടെയും വസ്ത്രമോ പണമോ പൊന്നോ വെള്ളിയോ എന്നാ പറഞ്ഞു. പൊന്നോ അന്നത്തെ കാലത്ത് സ്വർണം വെള്ളിയായിരുന്നു നാണയമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്നും ഞാൻ മോഹിച്ചിട്ടില്ല. ഞാനും എൻ്റെ കൂടെയുള്ളവർക്ക് മുട്ട് വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന് ആവശ്യം വന്നപ്പോൾ ഞാൻ എൻ്റെ ഈ 2 കരം കൊണ്ട് ഞാൻ അധ്വാനിച്ചു, കൂലിവേല ചെയ്തെന്ന് പൗലോസ്. ലോകം കണ്ട ഏറ്റവും വലിയ അപ്പോസ്തലൻ കൂലിപ്പണി ചെയ്ത് തനിക്കും തൻ്റെ കൂടെയുള്ളവർക്കും വേണ്ടി ജീവിക്കാൻ വേണ്ടത് ഭക്ഷണത്തിന് വേണ്ട അവർ കരുതിയെന്ന്. അങ്ങനെ ഞാൻ ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മാതൃകയാകേണ്ടതിന് വേണ്ടി. പ്രിയമുള്ളവരെ, പൗലോസ് പറഞ്ഞു, ഞാൻ ഓട്ടം പൂർത്തിയാക്കി ലോകത്തോട് യാത്ര പറയുകയാണ്. ജീവിച്ച കാലത്തോളം വിശ്വസ്തയുടെ നിന്നു. ആ പൗലോസ പറഞ്ഞ അനേകം ഘട്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്നത്തെ ആളുകൾ കഷ്ടതയുമില്ല, പ്രയാസവുമില്ല, നിന്ദനങ്ങളുമില്ല, ഒറ്റപ്പെടലുമില്ല, കളിയാക്കലുകളുമില്ല, ഒരു പ്രശ്നവുമില്ലാതെ ആരും വഴക്ക് പറയാനുമില്ല. ഇങ്ങനെ ആഘോഷം. കത്തോലിക്കരായ ആളുകൾക്കാണ് പെരുന്നാളും വെടിക്കെട്ടും ഉള്ളതുപോലെ ഇത് വ്യാജ കൂട്ടത്തിനെല്ലാം കൺവെൻഷനുണ്ട്, ആഘോഷമുണ്ട്. പിന്നെ എന്ത് വേണം? പ്രിയരാകുന്നുണ്ട്. നമ്മൾ ദൈവവചനത്തിൽ നിശ്ചയം പ്രാപിച്ച് ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ ക്രിസ്തുവിനോടൊത്ത് യാത്ര ചെയ്യുന്നു എന്ന് ഉറപ്പ് വരുത്തി എന്ത് കഷ്ടം സഹിച്ചാലും നേരെ സത്യം വിട്ട് ഒരു പാപത്തിൻ്റെ ഒരു കളങ്കം പോലും നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് ഉറപ്പ് വരുത്തി ദൈവം യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച സകല ഉപദേശങ്ങളും അപ്പോസ്തലന്മാരുടെ വെളിപ്പെടുത്തിയ ഉപദേശപ്രകാരം കൃത്യമായിട്ട് പോയാൽ ഈ ലോകത്തിൽ ഇന്നോ നാളെയോ തീർന്നു പോകുന്ന ഈ ജീവിതം കഴിയുമ്പോൾ ഒരു നിത്യത കർത്താവ് നമുക്കായി ഒരുക്കിയിട്ടുണ്ട്. അത് നമ്മൾ ഈ ലോകത്തെ കെട്ടിപ്പിടിച്ച് ഇവിടെ നിൽക്കാതെ പോകുമ്പോൾ കർത്താവിനോട് കൂടെ യേശുക്രിസ്തുവിനോടുകൂടെ യാത്ര ചെയ്യുക. എത്ര കഷ്ടമാണെങ്കിലും ഇത് ഇന്നോ നാളെയോ തീരും മക്കളെ, പ്രിയരെ. അതുകൊണ്ട് നമ്മുടെ ഈ ക്രിസ്ത്യ ജീവിതം വ്യാജപ്രവാചകന്മാരോടുകൂടെ, വ്യാജ സുവിശേഷകന്മാരോടുകൂടെ, കള്ള ക്രിസ്തുക്കളോടുകൂടെ ആകാതെ യഥാർത്ഥ ക്രിസ്തുവിനോടെയാണ് ഞാൻ നടക്കുന്നതെന്ന് ഉറപ്പ് വരുത്തി ജീവിപ്പാൻ
എല്ലാവരും ഉത്സാഹിക്കണമേ എന്ന് ഞാൻ സ്നേഹപൂർവ്വം അപേക്ഷിക്കുകയാണ്. ഈ വീഡിയോ ഓരോ ദിവസവും നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധ വെച്ച് കേൾക്കണമേ. ഈ ലോകത്തിന് ഇമ്പം തരുന്ന കോമഡിയോ മറ്റ് പലവിധമായ കാര്യങ്ങൾ കണ്ടാസ്വദിക്കാതെ ഇത് ശ്രദ്ധിച്ച് കേട്ടിട്ട് ഇത് ശരിയാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഇത് അനേകർക്ക് ഷെയർ ചെയ്യണം. അനേകരെ അറിയട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സ്വർഗസ്ഥ പിതാവ് ഉണ്ട്. ആ പിതാവ് നാം ക്രിസ്തു യേശുവിനോട് കൂടെ ശുദ്ധീകരണം പ്രാപിച്ച് അവിടെ ചെല്ലാൻ കാത്തിരിക്കുന്ന ആ സ്വർഗീയ പിതാവിൻ്റെ അടുക്കിലേക്ക് ക്രിസ്തുവിനോട് കൂടെ, യേശുക്രിസ്തുവിനോട് കൂടെ യാത്ര ചെയ്ത് നമുക്ക് മുന്നേറാം. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.